إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم وقال أيضا خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും തിന്മകളും പിഴവുകളും കുറവുകളും അവന്റെ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഏറെ മഹത്തായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ യഥാവിധി ഉപയോഗപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ, മുതലെടുക്കാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. റമദാനിൽ അല്ലാഹു കനിഞ്ഞരുളിയിരിക്കുന്ന ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയികളായി മാറുന്ന ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ വളരെ മഹത്തായ ഒരു വിഭവമാണ്
അനുഗ്രഹമാണ്, അവന്റെ കരുണയാണ്, അവന്റെ സമ്പത്ത് എന്നുള്ളത്. അത് അനുഗ്രഹമാകുന്നതോടുകൂടി തന്നെ നമുക്കുള്ളൊരു പരീക്ഷണം കൂടിയായിട്ടാണ് പടച്ചവൻ നമുക്കതിനെ നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾ അറിയണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും യഥാർത്ഥത്തിൽ അതൊരു ഫിത്നയാണ്, അതൊരു പരീക്ഷണമാണ്. ഈ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണത്. ഒന്ന് മക്കള്, മറ്റൊന്ന് സമ്പാദ്യം. ഇത് രണ്ടും അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ അനുഗ്രഹത്തിൽ ഒരു പരീക്ഷണം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം നാം ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്, അതിനെ വിസ്മരിക്കരുത്. അതാണ് സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത്. ലൗ കാന ലിബ്നി ആദമ വാദിൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. ഒരു മനുഷ്യന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര ലഭിച്ചു എന്ന് കരുതുക. വലിയൊരു പർവ്വതം, വലിയൊരു താഴ്വര, അത് മുഴുവൻ സ്വർണത്താൽ നിറക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു താഴ്വര അള്ളാഹു ഒരാൾക്ക് ഉടമപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആഗ്രഹിക്കും അൻ യകൂന ലഹു വാദിയാൻ, അങ്ങനെയുള്ള ഒന്നുകൂടി ലഭിക്കണം എന്നായിരിക്കും മനുഷ്യൻ ആഗ്രഹിക്കുക. അഥവാ സമ്പത്ത് എന്നുള്ളത് മനുഷ്യനൊരിക്കലും തൃപ്തി വരാത്ത ഒരു കാര്യമാണ്. എത്ര തന്നെ സമ്പത്ത് ഒരാൾക്ക് അള്ളാഹു നൽകിയാലും ഒരാളും ഇനി എനിക്കത് മതി, ഇനി ഒന്നും വേണ്ടതില്ല എന്ന ഒരു മനസ്ഥിതിയിലേക്ക് പോവില്ല. മനുഷ്യന് വീണ്ടും ആഗ്രഹിക്കും, അതിനേക്കാളേറെ എനിക്ക് ലഭിക്കണം, അതിലേറെ ആവശ്യങ്ങൾ, അതുവരെ ഇല്ലാത്ത പല ആവശ്യങ്ങളും അപ്പോ അവരുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അതുപോലുള്ള ഒരു താഴ്വര കൂടി എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും ഇബ്നു ആദം അഥവാ മനുഷ്യൻ ആഗ്രഹിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്. മണലല്ലാതെ അവന്റെ വയറ് നിറക്കുകയില്ല. മരണപ്പെട്ടതിനു ശേഷം ഖബറിലേക്ക് വെക്കുമ്പോ അവന്റെ വായിലേക്ക് തിരികെ കയറ്റുന്ന ഒരു പിടി മണ്ണുണ്ട്. ആ മണ്ണ് വായിലേക്ക് തിരികെ കയറ്റുമ്പോൾ മാത്രമാണ് മനുഷ്യന് പരിപൂർണമായ തൃപ്തി ലഭിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരേക്കും മനുഷ്യന് ഈ ഒരു ആഗ്രഹവും അത്യാഗ്രഹവും എല്ലാം സമ്പത്തിനോട് മനസ്സിലുണ്ടാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിലൂടെ നാം പരാജയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിസൂക്ഷ്മമായ ജാഗ്രത ഓരോ നിമിഷവും നമ്മളുണ്ടാകണം. സാമ്പത്തികമായി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ ആരാധനാ കർമ്മങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന ചില ആരാധനകൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസിൻ. ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരു മനുഷ്യന് ഒരടി പരലോകത്ത് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. 5 കാര്യങ്ങൾക്ക്, ആ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാതെ, ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ കടന്നുപോകാം എന്നൊരു മനുഷ്യനും കരുതേണ്ടതില്ല. ആ കൂട്ടത്തിൽ, ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് വാൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. സമ്പത്ത് കൈകാര്യം ചെയ്യാത്ത ആരാണുള്ളത്? മനുഷ്യരായ എല്ലാവരും സമ്പത്ത് കൈകാര്യം ചെയ്യും. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ അവർ ഏർപ്പെടും. അപ്പൊ ആ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവന്റെ കാലൊരു പടി മുന്നോട്ട് വെക്കാൻ അവന് കഴിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്. പ്രധാനപ്പെട്ട സമ്പത്തുമായി 2 ചോദ്യങ്ങളായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. എവിടെ നിന്നാണ് അത് സമ്പാദിച്ചിരിക്കുന്നത്, അതെവിടെയാണ് ചിലവഴിച്ചിരിക്കുന്നത്? അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ തന്നെയാണോ അവനത് സമ്പാദിച്ചിരിക്കുന്നത്? അതല്ല അള്ളാഹു വിലക്കിയ വല്ല സ്രോതസ്സിൽ നിന്നും വല്ലതും അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ? അള്ളാഹു വിലക്കിയ രൂപത്തിൽ വല്ലതും അവന്റെ ധനശേഖരണത്തിലേക്ക് കയറി കൂടിയിട്ടുണ്ടോ?
അള്ളാഹുവിന് അനിഷ്ടകരമായ വല്ല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രൂപയെങ്കിലും അവൻ സമ്പാദിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമായി അതിന് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരും. അത് അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ മറ്റൊരു ഭാഗം ഒഫീമ അംഫഖഹു, അത് ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവനത് നേടിയത് ഹലാലായ മാർഗങ്ങളിലൂടെയാണ് എങ്കിൽ തന്നെ, അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെയാണ് ധനം സമ്പാദിച്ചത്, അത് ശരിയാണ്. പക്ഷേ അത് മാത്രം പോരാ, അതെങ്ങനെയാണ് ചിലവഴിച്ചിരിക്കുന്നത് എന്നതിനും അവൻ മറുപടി പറയേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ചിലവഴിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അള്ളാഹു നിഷിദ്ധമായ മാർഗങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല ചോദ്യം, മറിച്ച് അള്ളാഹു ചിലവഴിക്കാൻ പറഞ്ഞെടുത്ത് അവൻ ചിലവഴിച്ചിട്ടുണ്ടോ എന്നതും അതിൽപ്പെട്ടൊരു ഭാഗമാണ്. അള്ളാഹു നമുക്ക് ചിലയിടങ്ങളിൽ ധനം ചിലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഭാര്യാസന്താനങ്ങൾ. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾക്ക് നമ്മുടെ സമ്പത്തിൽ ഒരു അവകാശമുണ്ട്. അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ സമ്പത്തിലുള്ള മറ്റുള്ളവരുടെ അവകാശമാണ്. അത് കൊടുത്തു വീടാതിരുന്നു കഴിഞ്ഞാൽ, അത് കൃത്യമായി അതിനർഹതപ്പെട്ട ആളുകളിലേക്ക് നാം എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ മലിനമായി മാറും. അത് മുഴുവൻ ഹറാമ് കലർന്നതായിട്ട് മാറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി, ഖുസ് മിൻ അംവാലിഹിം സദഖ. പ്രവാചകരെ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് അങ്ങ് സ്വീകരിക്കുക. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അതെന്തിനുള്ളതാണ്? ആ സക്കാത്ത് അവരെ പരിശുദ്ധിപ്പെടുത്താനുള്ളതാണ്, അവരെ സംസ്കരിക്കാനുള്ളതാണ്, അവരുടെ സമ്പത്ത് സംസ്കരിക്കാനുള്ളതാണ്, അതോടൊപ്പം അവരെ തന്നെയും സംസ്കരിക്കാനുള്ളതാണ്. സക്കാത്ത് നമ്മുടെ സമ്പത്തിനെ മാത്രമല്ല സംസ്കരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ കൂടി, നമ്മുടെ ഹൃദയത്തെ കൂടി, ആ സമ്പത്തിനോടുള്ള ആർത്തി, സാമ്പത്തികമായിട്ടുള്ള പിശുക്ക്, അത്യാഗ്രഹം, ഈ രൂപത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് സത്യത്തിൽ ഈ സക്കാത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ ആ പിശുക്കിൽ നിന്ന് ആർക്കാണോ രക്ഷ നേടാൻ കഴിഞ്ഞത് അവന് മാത്രമാണ് യഥാർത്ഥ വിജയി. ആ പിശുക്കിൽ നിന്ന് ചില സമ്പത്ത് കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയുണ്ടാവും. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെ ഒരു അനുഭവം ചിലപ്പോൾ അനുഭവപ്പെടും. അതിനെ അതിജയിച്ചുകൊണ്ട് അത് പറിച്ച് അത് നൽകാൻ തയ്യാറാകണം. അത് നൽകിക്കഴിഞ്ഞാൽ, അത് നമ്മിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുപോലെ തന്നെ കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, അതിന്റെ മറ്റൊരു ലക്ഷ്യം, സമ്പത്ത് എന്നുള്ളത്, ധനം എന്നുള്ളത് ഏതാനും ചില ആളുകളുടെ കുത്തകയായി മാറാതിരിക്കാനാണ് അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് മനുഷ്യർക്കെല്ലാം അവകാശപ്പെട്ടിരിക്കുന്നതാണ്. ആളുകൾക്കിടയിലുള്ള, സമ്പന്നനും സാധാരണക്കാർക്കും ഇടയിലുള്ള ആ വിടവ് നികത്താനാണ് സക്കാത്ത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിലൂടെ യഥാർത്ഥത്തിൽ പാവപ്പെട്ട സക്കാത്ത് വാങ്ങുന്ന ആളുകളെയും അതിലൂടെ അള്ളാഹു ശുദ്ധീകരിക്കുന്നുണ്ട്. കാരണം ഈ രൂപത്തിൽ അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്ക് സമ്പന്നരായ ആളുകളോട് അസൂയ ഉണ്ടാകാൻ തുടങ്ങും. ആർത്ഥത്തിലൊരു അപരവിദ്വേഷം അവരിൽ ഉടലെടുക്കും. ആ സമ്പന്ന വിഭാഗത്തോട് തന്നെയും അടിസ്ഥാനപരമായിട്ട് അവരെല്ലാം മോശക്കാരാണെന്നൊരു പ്രവണത, ഒരു മനോഭാവം അവരിൽ രൂപം കൊള്ളും. അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ടാണ് തുതഹിറുഹും ബിഹാ വതുസക്കീഹിം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ വളരെ ആരോഗ്യകരമായ ഒരു സാമൂഹിക സംവിധാനം ഇവിടെ നിലവിൽ കൊണ്ടുവരിക എന്നതാണ് സക്കാത്തിന്റെ ലക്ഷ്യങ്ങളിൽ, വളരെ പരമമായ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന ഈ ആരാധനയിൽ, ഈ ഇബാദത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കുമുള്ള ഒരു ന്യായവും അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത് ഒരാളുടെ വിശ്വാസത്തിന്റെ ലക്ഷണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഒരാളിൽ ഈമാനുള്ളതിന്റെ, ഒരാൾ മുസ്ലിമാണെന്നതിന്റെ ലക്ഷണമാണ് അയാൾ സക്കാത്ത് നൽകുക എന്നത്. സൂറ നംലിലെ ആദ്യ വരികളിൽ കാണാം, താസീൻ തിൽക ആയാതുൽ ഖുർആനി വകിതാബിൻ മുബീൻ. ഇതാ അള്ളാഹുവിന്റെ ഖുർആനിലെ ചില ആയത്തുകൾ, വളരെ വ്യക്തമായ ഗ്രന്ഥത്തിലെ ചില ആയത്തുകൾ. ഇതാ ഹുദൗ വബുശ്റാ ലിൽ മുഅ്മിനീൻ. അത് വിശ്വാസികൾക്ക് സന്തോഷവാർത്തയാണ്, സന്തോഷം നൽകുന്നതാണ്. അത് വിശ്വാസികൾക്ക് ഹിദായത്താണ്. ആരാണ് ആ വിശ്വാസികൾ? ആർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഹിദായത്തായി മാറുന്ന, വിശുദ്ധ ഖുർആൻ സന്തോഷം പകർന്നു നൽകുന്ന, സന്തോഷവാർത്തയായി മാറുന്ന ആ മുഅ്മിനീങ്ങൾ ആരാണ്? തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചു, അല്ലസീന യുഖീമൂനസ് സ്വലാത വയുതൂനസ് സകാത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ.
അല്ലദീന യുഖീമൂനസ്സലാഹ്, ഒന്നാമതായി അവർ നമസ്കാരം നിലനിർത്തും. രണ്ടാമതായി വയുത്തൂന സക്കാ, അവർ സകാത്ത് നൽകുന്ന ആളുകളായിരിക്കും. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള യഖീനുള്ള, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതിൽ ആ വിശ്വാസത്തിൽ യാതൊരു ചാബല്യവും നേടിയിട്ടില്ലാത്ത, ആ അർത്ഥത്തിൽ ബാധിച്ചിട്ടില്ലാത്ത ആളുകളായിരിക്കും അവർ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സൂറ ലുഖ്മാനിലും സമാനമായ ആയത്തുകൾ നമുക്ക് കാണാം. അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഇതാ വളരെ സുഭദ്രമായ, വ്യക്തമായ, യുക്തിഭദ്രമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെടാൻ പോകുന്നത്. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. ആ ആയത്തുകൾ മുഹ്സിനീങ്ങളായ ആളുകൾക്ക്, ഇഹ്സാനുള്ള ആളുകൾക്ക് അത് സന്മാർഗമായിരിക്കും, അവർക്കത് റഹ്മത്തായിരിക്കും, കാരുണ്യമായിരിക്കും. ആരാണ് ആ മുഹ്സിനീങ്ങൾ? അല്ലദീന യുഖീമൂനസ്സലാത വയുത്തൂനസ്സകാത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. ആ നമസ്കാരത്തിന് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള പ്രാധാന്യം സകാത്തിന് കൊടുക്കുന്നവരാണ്. അവർ നമസ്കാരം നിലനിർത്തുന്നു, സകാത്ത് കൊടുക്കുന്നു, അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിച്ച ആളുകൾ. നമസ്കാരത്തിന് നൽകുന്ന പ്രാധാന്യത പോലെ തന്നെ സകാത്തിനും പ്രാധാന്യത നൽകുന്ന ആളുകൾ, ആ അർത്ഥത്തിൽ പരലോകത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അവരാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കാൻ പോകുന്ന ആളുകൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് എന്താണ്? അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളായിരിക്കും. തുടർന്ന് പറഞ്ഞു വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂന വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. അതുപോലെ തന്നെ സകാത്ത് പ്രാവർത്തികമാക്കുന്ന ആളുകളായിരിക്കും, സകാത്ത് നൽകുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വിശ്വാസത്തിന്റെയൊക്കെ ലക്ഷണമാണ്, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനപരമായ യോഗ്യതയാണ് സകാത്ത് നൽകുക എന്നുള്ളത്. ഈ ആയത്തുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത്, നമസ്കാരത്തിന്റെ കൂടെയാണ്, ചേർത്തുകൊണ്ടാണ് അള്ളാഹു സക്കാത്തിനെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ നമസ്കാരത്തിന് നൽകുന്നത് പോലെയുള്ള ഒരു പ്രാധാന്യത നമ്മുടെ സമൂഹം സക്കാത്തിന് നൽകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിലാണ് നമ്മളത് കാണുക. പക്ഷെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയോ? നമുക്കൊരു നമസ്കാരം വിട്ടുപോയി കഴിഞ്ഞാൽ ചെറിയൊരു വിശ്വാസമുള്ള ആൾക്കെങ്കിലും അതിലൊരു കുറ്റബോധം ഉണ്ടാകും. പക്ഷെ സക്കാത്ത് അതിലാർത്ഥത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? രണ്ടാമതായി, അവർ ഈ അർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അവർ പരലോകത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും എന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരലോകത്തെ സംബന്ധിച്ച് അടിയുറച്ച വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സക്കാത്ത് കൊടുക്കാൻ കഴിയുകയില്ല. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, യഥാർത്ഥ വിശ്വാസികൾ അവരിത് നൽകുക വിറക്കുന്ന ഹൃദയവുമായിട്ടായിരിക്കും. ഞാൻ വലിയ ഔദാര്യം ചെയ്യുന്ന രൂപത്തിലല്ല. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, എന്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് ഞാൻ എന്ന ആ ബോധ്യത്തിൽ, ആ ഭയം കാരണം ഹൃദയം പ്രകമ്പനം കൊള്ളുന്ന ആ പ്രകമ്പനം കൊണ്ടുകൊണ്ടായിരിക്കും, ഹൃദയം വിറങ്ങലിക്കുന്നവരായിക്കൊണ്ടായിരിക്കും അവർ ഈ സമ്പത്ത് അതിനർഹതപ്പെട്ട ആളുകൾക്ക് നൽകുക എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. കാരണം അവരെ അതിന് പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടവനാണെന്ന ആ അടിയുറച്ച ബോധ്യമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുക. ഖുർആൻ മറ്റൊരു വശം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം, അവർക്ക് വൈലാണ്, നരകമാണ്. ആരാണ് മുശ്രിക്കീങ്ങൾ? അല്ലദീന ലാ യുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അല്ലദീന ലാ യുഅ്തൂന അസ്സകാത, എത്ര അപകടകരമാണെന്ന് ഓർക്കുക. വൈലുള്ളിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വൈലാണ് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയാണ്, ആരാണവർ? അല്ലദീന ലാ യുഅ്തൂന അസ്സകാ,
അവർ സകാത്ത് കൊടുക്കാത്ത ആളുകളാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തിൽ അവിശ്വസിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകാത്ത് കൊടുക്കാത്ത ആളുകൾ കാഫിറാണെന്ന് പറയാനുള്ള ന്യായമല്ല, മറിച്ച് സകാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും വിശ്വാസികളുടെ സ്വഭാവമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അത് അവരെ നൽകുകയാണെങ്കിൽ തന്നെ, പരലോക വിശ്വാസമില്ലാത്ത ആളുകളും ചിലപ്പോൾ സമ്പത്തൊക്കെ നൽകും, പക്ഷെ അത് നൽകുക ആളുകളെ കാണിക്കാനായിരിക്കും എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. അല്ലദീന, അല്ലാഹു സൂറത്തു നിസായിൽ പടച്ചവന് അനിഷ്ടകരമായ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ആളുകളുടെ സ്വഭാവം എണ്ണു പറയുന്നുണ്ട്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ, അങ്ങേയറ്റ പിശുക്കന്മാരായ ആളുകൾ, പിശുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒളിച്ചു വെക്കുന്ന ആളുകൾ, അത് മറച്ചു വെക്കുന്ന ആളുകൾ. അവരുടെ സ്വഭാവം എന്താണ്? വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആ അന്നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അവർ ചെലവഴിക്കുമ്പോൾ ആളുകളെ കാണിക്കാനായിരിക്കും ചെലവഴിക്കുക. ആളുകൾ എന്ത് പറയുമെന്ന് കരുതിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ സക്കാത്തും സദഖയൊക്കെ കൊടുക്കുക. എന്നാൽ ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലോ പരലോകത്തോ വിശ്വാസമില്ലാത്ത ആളുകളാണ്. കാരണം അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കേണ്ട ഒരു ഗതികേട് അവർക്ക് വരികയില്ല എന്നതാണ് സൂറത്ത് ബഖറയിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ലാഹു നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ആളുകളെ കാണിക്കാനാണ് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്നതെങ്കിൽ അത് പരലോക വിശ്വാസത്തിന്റെ കമ്മിയായിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയണം, ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നശിപ്പിച്ചു കളയരുത്. ബിൽ മന്നി വൽ അദാ, അത് എടുത്തുദ്ധരിച്ചുകൊണ്ട്, എടുത്തു പറഞ്ഞുകൊണ്ട്, അതിൽ പൊങ്ങച്ചു നടിച്ചുകൊണ്ട്, വൽ അദാ, ആളുകളെ അത് മുഖേന പ്രയാസപ്പെടുത്തിക്കൊണ്ട്, അത് നേടിയ, അത് വാങ്ങിയ, അത് സ്വീകരിച്ച ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ തന്നെ നശിപ്പിച്ചു കളയരുത്. ആരെ പോലെ? കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകളെ പോലെ നിങ്ങളും നിങ്ങളുടെ സമ്പത്തിനെ നശിപ്പിച്ച് കളയരുതേ എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുണർത്താണ്. അപ്പൊ എത്രമാത്രം ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ആ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ, അതിൽ നാം പുലർത്തേണ്ട സൂക്ഷ്മത എത്രത്തോളമാണ് എന്ന് നാം ആലോചിച്ച് നോക്കുക. കാരണം വിശ്വാസികൾക്ക് അതിന്റെ ആവശ്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കാണിക്കാൻ അവർക്ക് ചിലവഴിക്കേണ്ടതില്ല. കാരണം അവർക്കറിയാം, ഞാൻ ഈ ചിലവഴിക്കുന്നതിലൂടെ ഞാൻ തന്നെയാണ് അതിന്റെ ഗുണഭോക്താവായി മാറുന്നത് എന്ന അടിയുറച്ച ബോധ്യം അവർക്കുണ്ട്. അതില്ലാതാകുമ്പോഴാണ് ഒരു മനസ്സുകൊത്തിനു വേണ്ടി അത് എടുത്തു ഉദ്ധരിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരിക. ഞാനൊരാൾക്ക് ഭയങ്കരമായ സഹായം ചെയ്തിരിക്കുന്നു, എനിക്കെന്തോ നഷ്ടമായിരിക്കുന്നു, അത് സ്വീകരിച്ചവർക്ക് ഭയങ്കര ലാഭം കിട്ടിയിരിക്കുന്നു എന്ന ഒരു മനോഭാവമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. അതെടുത്തു പറയാതിരുന്നു കഴിഞ്ഞാൽ, അത് ആളുകളുടെ മുന്നിൽ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഇതിലൂടെ സത്യത്തിൽ ആ സ്വീകരിച്ചിരിക്കുന്ന ആളേക്കാൾ കൂടുതൽ നന്മ ഞാനാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്, കൂടുതൽ ലാഭം എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന ആ ബോധ്യം, അത് പരലോകത്ത് അടിയുറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ബോധ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വമാ ആതൈതും മിർ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദൈഫൂൻ. ഇരട്ടിയായി ലാഭം നേടുന്ന ആളുകൾ ആരാണെന്ന് അറിയുമോ? വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സകാത്ത് നിങ്ങൾ നൽകുന്ന ആ സകാത്ത് ഉണ്ടല്ലോ, അവരാണ് ഫഉലൈക ഹുമുൽ മുദൈഫൂൻ. ആ രൂപത്തിൽ സകാത്ത് നൽകുന്ന ആളുകളാണ് ഇരട്ടിയായി ലാഭം കൊയ്യുന്ന ആളുകൾ. ഇരു ലോകത്തും അവർക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് നഷ്ടം ഉണ്ടാവില്ല. ആ ആയത്ത് കഴിഞ്ഞ് തൊട്ടുടനെ പറയുന്നുണ്ട് അല്ലാഹുല്ലദീ ഖലഖഹു. ഇത് പറയുന്നത് ആരാണ്? നിങ്ങൾ സകാത്ത് നൽകിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഇരട്ടി ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ആരാണ്? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലാഹു പറയുന്ന വർത്തമാനമാണ്. അതിൽ എത്ര അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. നിങ്ങളെ മരിപ്പിക്കുകയും നിങ്ങളെ ജീവിപ്പിക്കുകയും നിങ്ങൾക്ക് റിസ്ക് നൽകുകയും നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത ആ അല്ലാഹു പറയുന്ന വർത്തമാനമാണ്. അതെന്ത്? ഫഉലൈക ഹുമുൽ മുദൈഫൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷി
ആശിച്ചുകൊണ്ടാണ് സക്കാത്ത് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നത് അള്ളാഹുവിന്റെ വർത്തമാനമാണ്. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. സൂറത്തു സബയിലൂടെ അള്ളാഹു പ്രവാചകരോട് പറയാണ്, നിങ്ങൾ പറയുക, എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്പത്തിൽ വിശാലത നൽകും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്പത്തിൽ ഇടുക്കം നൽകും. എന്നാൽ വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ വല്ലതും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ യുഖ്ലിഫുഹു, അതിന് പകരം അല്ലാഹു നൽകും. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. ഫഹുവ യുഖ്ലിഫുഹു, അല്ലാഹു അതിന് പകരം നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, ഏറ്റവും നല്ല റാസിഖ് അവനാണ്, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ് അല്ലാഹു, അതിന് കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ നഖസത് സദഖത്തും മിൻ മാലിൻ. സദഖ ഒരാളുടെയും, സക്കാത്ത് ദാനധർമ്മം അത് ഒരാളുടെയും സമ്പത്തിൽ ഒരിക്കലും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് സത്യം മാത്രം പറയുന്ന തിരുദൂതര് പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്, റഹ്മത്തിന് അർഹരായിട്ട് മാറും. വറഹ്മതി വസിഅത് കുല്ല ഷൈ, സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വറഹ്മതി വസിഅത് കുല്ല ഷൈ, ഈ സകല ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സകലതിനെയും എന്റെ റഹ്മത്ത് വ്യാപിച്ചിരിക്കുകയാണ്, എന്റെ റഹ്മത്ത് സകലതിനെയും വലയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഫസഅക്തുബുഹ, അത് പ്രത്യേകമായി ഞാൻ നൽകും, ലില്ലദീന യത്തഖൂന വയുഅ്തൂന സക്കാ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും സക്കാത്ത് നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ റഹ്മത്ത് ഞാൻ പ്രത്യേകമായി നൽകും എന്നും അള്ളാഹു ഉണർത്താണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഓഫറുകൾ അവിടെ നിലനിൽക്കെ പിന്നെ എന്തിനാണ് ഭൗതികമായ വല്ലതും ആഗ്രഹിച്ച വിശ്വാസികൾക്ക് സമ്പത്ത് ചെലവഴിക്കേണ്ട ഗതികേടുള്ളത്? ഒരിക്കലുമില്ല. കാരണം അതിനേക്കാൾ വലിയ വലിയ നന്മകളാണ് അതിലൂടെ അവർക്ക് നഷ്ടമാവുക. അതുകൊണ്ട് വജിലത് ഖുലൂബുഹും വല്ലദീന യുഅ്തൂന മാ അതൗ വവജിലത് ഖുലൂബുഹും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇതെങ്ങാനും സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്ന ഭയപ്പാടോടുകൂടിയായിരിക്കും അവരെന്ത് ചെയ്യുക, ഏത് സമ്പത്തും ചെലവഴിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സാമൂഹികമായ ജീവിതം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമസ്കാരമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. നമ്മുടെ ഈമാനിന്റെ പ്രകട രൂപമാണ്, പ്രകടഭാവമാണത്. നമ്മുടെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെ ഒരു വളരെ ഏറ്റവും പ്രകടമായ ഒരു ഇബാദത്താണ്, ആരാധനാ കർമ്മമാണ് നമസ്കാരം. നമ്മളവിടെ നമസ്കാരം നിലനിർത്തണം. രണ്ടാമതായിട്ട് നമ്മൾ ആ നാട്ടിൽ നിലവിൽ കൊണ്ടുവരേണ്ടത്, നിലനിർത്തേണ്ടത് അത് സക്കാത്താണ്. അത് നമ്മുടെ ഇസ്ലാമിന്റെ പ്രകടനമാണ്. നമ്മുടെ ഈമാനിന്റെ അടയാളം നമസ്കാരമാണെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പൊ സക്കാത്ത് എന്നത് എന്താണ് എന്ന് പോലും നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും ഇന്ന് അറിയില്ല. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന യാചകർക്ക് നൽകുന്ന ചില്ലറകളാണ് എന്ന വലിയൊരു തെറ്റിദ്ധാരണയിലാണ് നാം ഉള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ കൃത്യമായി ആരൊക്കെയാണ് സക്കാത്തിന് അർഹർ എന്ന് വളരെ കൃത്യമായി നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ആ സമയത്ത് അതിലൊരു കൂട്ടർ അള്ളാഹു എണ്ണുന്നുണ്ട്, വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. സക്കാത്തിൽ അർഹരായിട്ടുള്ള ആളുകൾ അതിലൊരു വിഭാഗം വൽ ആമിലീന അലൈഹ, ഫുഖറാകളെ പോലെ, ദരിദ്രരെ പോലെ, അഗതികളെ പോലെ, കടബാധിതരെ പോലെ, അടിമോചനത്തിനു വേണ്ടി സക്കാത്ത് ചിലവഴിക്കേണ്ടതുപോലെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആ നിശ്ചയങ്ങളിൽ ഒന്ന് അൽ ആമിലീൻ അലിഹ, സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ചില്ലറ കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് വൽ ആമിലീൻ അലിഹ, സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന, സക്കാത്ത് നിർവഹണത്തിന് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. തീർച്ചയായും സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് ശേഖരിക്കാൻ, അതിന് അർഹരായ ആളുകളെ കണ്ടെത്താൻ, അത് കൃത്യമായി വിതരണം നടത്താൻ, അത് കൃത്യമായി സൂക്ഷിക്കാൻ, അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്താൻ, ഇതിനൊക്കെ വളരെ വലിയ ഭൗതികവും ശാരീരികവുമായ അധ്വാനങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടി ജോലിക്കാരെ ആവശ്യമാണ്. അതുകൊണ്ട് അവർക്കും സക്കാത്തിലൊരു വിഹിതമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ഫുഖറാക്കളെ മസാക്കിന് ശേഷം അള്ളാഹു പറയുന്നത് ഫുഖറാഇ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കിൻ. മൂന്നാമതായി അള്ളാഹുവിന്റെ വൽ ആമിലീൻ അലൈഹ എന്നുള്ളതാണ്. അതിനുശേഷമാണ് മുഅല്ലഫത്ത് ഖുലൂബുഹും റിഖാബ് മുഗാരിബിങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് സാമൂഹികമായി വളരെ കൃത്യമായി സംഘടിതമായി നാം നടപ്പിലാക്കേണ്ട, വ്യവസ്ഥാപിതമായി നാം നടപ്പിലാക്കേണ്ട ഒരു സംവിധാനമാണ് സത്യത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. തൗഹീദിന് ശേഷം, നമസ്കാരത്തിന് ശേഷം നാം സ്ഥാപിക്കേണ്ടത് സക്കാത്താണ്. മൂന്നാമതായി നാം സ്ഥാപിക്കേണ്ടത് സക്കാത്താണ്. അതിനുശേഷമാണ് സത്യത്തിൽ സൗമ് പോലും. നമ്മൾ 5 ഇസ്ലാം കാര്യങ്ങൾ എണ്ണുമ്പോൾ സക്കാത്തിന് ശേഷമാണ് സത്യത്തിൽ സൗമ് പോലും വരുന്നത്.
മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉദൂഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ്. ഒന്നാമതായി അവിടെയുള്ള ആളുകൾ ഒരുപാട് വിശ്വാസികളല്ല. അപ്പൊ അവിടെയുള്ള ആളുകൾ ആദ്യമായിട്ട് ഈ ദീനിലേക്ക് ക്ഷണിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക, ഷഹാദത്ത് അത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരതനുസരിച്ച് കഴിഞ്ഞാൽ, അവർ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് പ്രഖ്യാപിച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ, പിന്നെ രണ്ടാമതായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമസ്കാരമാണ്. അള്ളാഹു 5 നേരം അവർക്കൊരു നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമതായി പറഞ്ഞു, അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിതമായ ഒരു സദഖ, ഒരു ദാനം, സക്കാത്ത് അവരിൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നതാണ് നമസ്കാരത്തിന് ശേഷം അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരുടെ സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കുകയും അവരിലെ തന്നെ ആവശ്യക്കാർക്ക് അത് മടക്കി നൽകുകയും ചെയ്യും. മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങളാണ്. പാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ, അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കടമയാണ് അവിടെ വ്യവസ്ഥാപിതമായ ഒരു സക്കാത്ത് സംവിധാനം നമ്മൾ സ്ഥാപിക്കുക, അതുമായിട്ട് നമ്മൾ സഹകരിക്കുക എന്നുള്ളത്. അതിന് നിരവധിയായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾക്കെല്ലാം സക്കാത്ത് നൽകാൻ അതൊരു പ്രചോദനമായി മാറുന്നുള്ളതാണ്. ഒരു നാട്ടിൽ പള്ളിയില്ല, ഒരു നാട്ടിൽ സംഘടിതമായ നമസ്കാരമില്ല എന്ന് കരുതുക. തീർച്ചയായും അവിടെയുള്ള ആളുകൾക്ക് നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഗൗരവം ക്രമേണ കുറഞ്ഞു പോകും. നമസ്കാരം എന്തെന്ന് പോലും ആളുകൾക്ക് അറിയാതെ വരും. നമസ്കാരവുമായി ബന്ധപ്പെട്ട പല അറിവുകളും അവർക്ക് നഷ്ടമാകും. സമാനമായ ഒരു കാര്യമാണ് സക്കാത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഒരു സംഘടിതമായ സക്കാത്ത് സംവിധാനം ഇല്ലാതായതോടുകൂടി സക്കാത്ത് എന്താണ് എന്ന് ആളുകൾക്ക് അറിയാതെ വന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പ്രാധാന്യത, ഗൗരവം ആളുകൾക്ക് ഇല്ലാതായി മാറി. അതിനുള്ള പ്രചോദനവും ആളുകൾക്ക് നഷ്ടമായി. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഐച്ഛികമായ നമസ്കാരങ്ങളും ഐച്ഛികമായ സുന്നത്ത് നോമ്പുകളും ഐച്ഛികമായ ഉംറകൾ പോലും നിർവഹിക്കുന്ന ആളുകൾക്ക് സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവില്ല. അവര് ഉദ്ദേശിക്കുന്ന ചില പൈസ അത് കൃത്യമായ കണക്കൊന്നുമില്ലാതെ കുറച്ച് കൊടുക്കും. അങ്ങനെ സദഖയെയും സക്കാത്തിനെയും കൂട്ടിക്കലർത്തി അങ്ങനെ പോവാണ്. നമ്മൾ സക്കാത്ത് പരിപൂർണമായിട്ട് നൽകാതെ നമ്മുടെ ഒരു സദഖയും സ്വീകരിക്കപ്പെടുകയില്ല. ഫർളായ നമസ്കാരം നമ്മൾ നിർവഹിക്കാതെ ഒരുപാട് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന പോലാണ്. റമദാനിൽ നോമ്പനുഷ്ഠിക്കാതെ തിങ്കളും വ്യാഴം നോമ്പനുഷ്ഠിച്ചെന്നാണ് കാര്യം. അപ്പൊ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന കൃത്യമായ ഒരു അളവുണ്ട്. അത് അള്ളാഹുവാണ് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമസ്കാരത്തിന്റെ റക്അത്തുകൾ നമ്മുടെ ഇഷ്ടപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഗൗരവത്തിൽ നമ്മൾ അവരെ തിരുത്തും. പക്ഷെ സക്കാത്തിൽ എന്തുകൊണ്ടാണ് ആ മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയാത്തത്? സക്കാത്തിൽ ആ കൃത്യത നമ്മൾ പാലിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കണക്കാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു കണക്കാണത്. ആ കണക്കിൽ കൃത്യമം കാണിക്കാൻ, അതിനെ ഉദാസീനതയോടുകൂടി അതിനോട് ഈ ഒരു അലസമായ സമീപനം സ്വീകരിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമെല്ലാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ സക്കാത്ത് സ്ഥാപിച്ചാലുള്ള മറ്റൊരു ഗുണം, അതിലൂടെ വലിയ പ്രയോജനങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പൊ സംഭവിക്കുക, എല്ലാ വർഷവും സക്കാത്ത് വാങ്ങാൻ വരുന്ന ആളുകൾ അടുത്ത 10 വർഷത്തിന് ശേഷം അവരും ചിലപ്പോ അവരുടെ തലമുറകളും അതേ രൂപത്തിൽ സക്കാത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നടക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റമദാനായി കഴിയുമ്പോൾ അത് യാചനയുടെ ഒരു മാസം എന്ന രൂപത്തിലേക്ക് നമ്മുടെ റമദാനുകൾ മാറിപ്പോവാണ്. വളരെ ദയനീയമായ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് സംവിധാനത്തെ തന്നെ ഒരു ഇബാദത്തായി, ഒരു ആരാധനാ കർമ്മമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നുണ്ട്. ആ സക്കാത്ത് ആ രൂപത്തിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രരുടെ ദാരിദ്ര്യം മാറ്റാനുള്ളതാണ്. അതുപോലെ തന്നെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് സക്കാത്ത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നതിന് മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർഹരായ ആളുകൾക്ക് തന്നെ അത് ലഭിക്കുന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും ആരാണ് അർഹരായവർ, ആരാണ് അർഹതയില്ലാത്തവർ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എല്ലാ ആളുകൾക്കും, വഴിയിൽ വരുന്ന ആളുകൾക്ക്, ചോദിക്കുന്ന ആളുകൾക്കൊക്കെയും ആളുകൾ സക്കാത്തിന്റെ സമ്പത്തിനെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അയാൾ അർഹനാണോ നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ അർഹരായ ഒരുപാട് ആളുകൾക്ക് അത് ലഭിക്കാതിരിക്കുന്നുണ്ട്. കൃത്യമായി യാചിക്കാനും ചോദിക്കാനും കഴിവുള്ള ആളുകൾ ഒരുപാട് സക്കാത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കും.
എന്നാൽ ഇതിനൊന്നും കഴിവില്ലാത്ത ആളുകൾ, ആർത്തിൽ മാന്യമായ ജീവിതം നയിക്കുന്ന സക്കാത്തിന് അർഹരായ ആളുകൾ, അവർക്കൊരിക്കലും ആ സക്കാത്തിന്റെ വിഹിതം അവരിലേക്ക് എത്തുന്നില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലിൽ ഫഖറാഇൽ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദി യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കൂട്ടരെ സംബന്ധിച്ച് സൂറ ബഖറയിലെ 273-ാമത്തെ ആയത്തിൽ അല്ലാഹു നൽകുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ ഒരിക്കലും നമ്മൾ ദരിദ്രരാണ്, ആവശ്യക്കാരാണെന്ന് ബാഹ്യമായിട്ട് കണ്ടാൽ അവരെ പറ്റി പറയൂല. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫുഫ്. ചിലപ്പോ അവരെ സമ്പന്നരായിട്ടായിരിക്കും തോന്നുക. അവിടെ മാന്യത കാരണം, അവരുടെ ആത്മാഭിമാനം കാരണം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അവർ വലിയ സമ്പന്നരായിട്ട് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവരാളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഭയന്നുകൊണ്ട് അവരൊരിക്കലും ആളുകളോട് ചോദിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെയും കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമ്മുടെ ദാനധർമ്മങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ കഴിയണം. അപ്പൊ അതിനൊരു വ്യവസ്ഥ ഇല്ലാതാക്കി മാറുമ്പോൾ സത്യത്തിൽ ഈ രൂപത്തിലുള്ള നിരവധി അനവധി ലക്ഷക്കണക്കിന് മനുഷ്യര്, കുടുംബങ്ങള് അവര് അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ വ്യവസ്ഥ ഇല്ലാതാകുമ്പോൾ പാവങ്ങളായ ആളുകളുടെ ആത്മാഭിമാനം കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഐച്ഛികമായ ദാനധർമ്മങ്ങളിൽ പോലും അവരുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നത് വളരെ ശക്തമായിട്ട് ഖുർആൻ എതിർത്തിട്ടുണ്ട്. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ആളുകളെ പ്രയാസപ്പെടുത്തുന്ന നിങ്ങളുടെ സദഖയേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നല്ല 2 വാക്ക് പറയലാണ് എന്ന് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥാപിതമായ സക്കാത്ത് സംവിധാനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നമ്മൾ വളർത്താനുള്ള പണികളെടുക്കുകയും ചെയ്യണം. ആ അർത്ഥത്തിൽ നമ്മുടെ സക്കാത്ത് വളരെ കൃത്യമായി, വളരെ സിസ്റ്റമാറ്റിക്കായി, ക്രിയാത്മകമായിട്ട് തന്നെ കൊടുക്കാനും അവരിലേക്ക് എത്തിക്കാനും, അങ്ങനെ അതിന്റെ പ്രയോജനം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയണം. സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, മത എല്ലാ രംഗങ്ങളിലും ആ സക്കാത്തിന്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ അദ്ദേഹത്തിന് എഴുതി അയക്കുന്ന കത്തുണ്ട്. ഞങ്ങളുടെ സക്കാത്ത് സ്വീകരിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല, ആർക്കും സക്കാത്ത് വേണ്ടതില്ല, എല്ലാവരും സമ്പന്നരായി പോയി. അതുകൊണ്ട് ഈ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സക്കാത്തിന് മുതൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളക്ക് എഴുതുന്ന കത്തുണ്ട്. ആ സമയത്ത് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമത്തിൽ കുറെ കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ സക്കാത്ത് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം ഇതാണ്. ഈ അർത്ഥത്തിലൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കി ആരാധനാ കർമ്മങ്ങളെ വളരെ കൃത്യമായി അതിന്റെ ഗൗരവത്തിൽ പരിഗണിക്കാനും അത് വളരെ പ്രായോഗികമായി തന്നെ അതിനെ ഈ ലോകത്ത് പ്രായോഗികവൽക്കരിക്കാനും അള്ളാഹു നമുക്ക് സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.